കൂടുതൽ സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ ഈസ്റ്റർ ദിനത്തിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദലീമ ജോജോയെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ അരൂരിലെ സ്ഥാനാർത്ഥിയാണ്. യെസ് ദലീമ ജോജോ നമ്മോടൊപ്പം ചേരുകയാണ്. അരൂർ MLA ആണ്. ഗുഡ് മോർണിംഗ്, സ്വാഗതം ശ്രീമതി ദലീമ ജോജോ ന്യൂസ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. യെസ്, ഒരു ഈസ്റ്റർ ദിനമാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഈസ്റ്ററിനെ കുറിച്ച് ആദ്യമായി എന്താണ് പറയാനുള്ളത്? എന്തോ കേൾക്കുന്നില്ല, വ്യക്തമാകുന്നില്ല. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? താങ്കളെ എനിക്ക് കേൾക്കാം. ഞാൻ ചോദിക്കുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. യെസ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഈസ്റ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ ഭക്തി നിർഭരമായ മണിക്കൂറുകളാണ്. അതിനപ്പുറത്തേക്ക് വളരെ തിരക്ക് പിടിച്ച നിമിഷങ്ങൾ കൂടിയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. പരസ്യപ്രചാരണം തീരാൻ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ വന്നൊരു ഈസ്റ്റർ. എങ്ങനെ പോകുന്നു ഈസ്റ്റർ? ആദ്യം നമുക്ക് ഈസ്റ്റർ ആഘോഷം അത് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, കുർബാനയ്ക്കൊക്കെ പോയി. കുടുംബാംഗങ്ങളോടുകൂടെ ഒപ്പമാണ് സാധാരണ ഈസ്റ്റർ പങ്കെടുക്കുന്നത്. കാരണം ഇവിടെ ഞാനും ഹസ്ബൻഡും മകനുമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ സാധാരണ എൻ്റെ മോളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏത് ഫംഗ്ഷനും ഞങ്ങൾ വീട്ടിൽ പോയി ബന്ധങ്ങളോടുകൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഇന്നുവരെ കൂടിയിട്ടുള്ളൂ. ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ കൂടിയിട്ടുള്ളൂ ഇന്നുവരെ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കൂടുവാനുള്ള സമയം നമുക്കില്ല. പിന്നെ അത് തന്നെയല്ല, ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങളെ നേരിട്ട് കണ്ട് നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സമയക്കുറവുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് സമയക്കുറവ് കൊണ്ട് ആൾക്കൂട്ടം കൂടുന്ന ഇടങ്ങളിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈസ്റ്റർ സമയവും ഉത്സവ സമയവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വരുന്ന ഇടങ്ങളാണ്, പള്ളിയിലാണെങ്കിലും. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാനും കൂടെ ആയിത്തീരുന്നുണ്ട് ഇപ്പോഴത്തെ സമയം. യെസ്, അരൂരിലെ 2ാം അംഗമാണ്. നാട്ടുകാർക്ക് ദലീമയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിൽ കൂടിയും ഒരു തവണ കൂടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നുകൂടി എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലണം, വോട്ട് തേടണം, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരിലേക്കും എത്താൻ കഴിഞ്ഞോ? വീണ്ടും എത്തുമ്പോൾ എന്താണ് അരൂരുകാർ പറയുന്നത്? കഴിഞ്ഞ കുറി നൽകിയ സ്നേഹവും വോട്ടുമൊക്കെ അത് ഇക്കുറിയും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ടാവും? ഉണ്ട്. ചെന്നിടത്ത് എല്ലാവരും സ്നേഹിക്കുകയാണ്. നമുക്ക് തന്നെ വോട്ട് തരുമെന്ന് പറയുകയാണ്. അപ്പോൾ അത് വലിയ സ്നേഹമായിരുന്നു. നമ്മൾ എല്ലാ ഇടങ്ങളിലും ചെന്നപ്പോഴെല്ലാം വലിയ സ്നേഹമായിരുന്നു. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ എല്ലാവരോടും വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം പൂർത്തിയായെന്നല്ല, ഇനിയും എത്താത്ത ഇടങ്ങളിലേക്കൊക്കെ എത്തിക്കണം. പിന്നെ നമ്മളെ എടുത്തു വെച്ച പ്രവൃത്തി പൂർത്തീകരിക്കാൻ കുറേ പ്രവൃത്തി പൂർത്തീകരിക്കുവാനുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കുവാനുള്ള സമയം കൂടെ വേണം. അതൊരു 5 വർഷം കൊണ്ട് ഒരുപക്ഷെ പല വർക്കുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മൾ പഴയ കിടന്ന വർക്കുകളെല്ലാം പരമാവധി പൂർത്തീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് പെരുമ്പളം പാലം പോലും. അപ്പോൾ ഇനി ഉള്ള വർക്കുകളും കൂടെ പൂർത്തീകരിക്കേണ്ട, ഇനിയും സമയം കിട്ടിയാൽ നമുക്കതെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളെ സേവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ തൊട്ടടുത്ത് നിങ്ങളൊക്കെ വലിയ ആദരവോടുകൂടി കണ്ടിരുന്ന CPMൻ്റെ നേതാവ് G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കുമൊക്കെ വലിയ വിഷമം ഉണ്ടാക്കി. എന്തായാലും അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. അത് പാർട്ടിക്ക് ജില്ലയിലാകെ ഒരു ക്ഷീണം ഉണ്ടാക്കും, തിരിച്ചടി ഉണ്ടാക്കും എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, പാർട്ടിക്ക് അങ്ങനെ തിരിച്ചടിയൊന്നുമില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുവാൻ ആളല്ല. അതുകൊണ്ട് ആ വിഷയം അതവിടെ നിൽക്കട്ടെ. പാർട്ടി അങ്ങനെ ഒന്നിലും തളരുന്നതല്ലല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ആരെയെങ്കിലും കണ്ടല്ലല്ലോ. പാർട്ടി ഒരു പ്രസ്ഥാനമാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ല. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അരൂരിൽ അപ്പോൾ കഴിഞ്ഞ കുറി പോലെ തന്നെ കാര്യമായ വെല്ലുവിളികളൊന്നും ഇക്കുറിയുമില്ല. വെല്ലുവിളിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മനുഷ്യരല്ലേ, അവരുടെ മനസ്സിൽ കയറി നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കാണുന്നവർ നമ്മളോട് സ്നേഹത്തോടുകൂടെ
നമുക്ക് വോട്ട് തരും എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ടീച്ചറിലും അർപ്പിക്കുന്നുണ്ട്. ഞാൻ 10,000 ഭക്തിഗാനം പാടിയ ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവികമായിട്ടുള്ള പ്രാർത്ഥനകളും മുന്നോട്ട് എന്നെ ആശ്രയിച്ച അനവധി മനുഷ്യർ, നിർധനരായിട്ടുള്ള മനുഷ്യർ അനവധി എന്നെ ആശ്രയിച്ചുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ് ഞാൻ. അതാണ് ഞാനല്ല, എൻ്റെ പ്രസ്ഥാനം അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനെ വിജയിപ്പിക്കുവാൻ നമ്മൾ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ വിജയിക്കും എന്ന് നമ്മൾ പൂർവാധികം വിശ്വസിക്കുന്നു.